പാലാ അൽഫോൺസ കോളേജിൽ ബയോ ഇൻഫോർമാറ്റിക്സ് ദ്വിദിന ശില്പശാല ആരംഭിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ബയോടെക്നോളജി വിഭാഗത്തിന്റെ ധനസഹായ പദ്ധതിയായ DBT സ്റ്റാർ കോളേജ് സ്കീമിന്റെ കീഴിൽ ബോട്ടണി ഡിപ്പാർട്ട്മെന്റാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. രാവിലെ 10-ന് കോളേജിൽ ആരംഭിച്ച ശില്പശാല കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സിസ്റ്റർ മിനിമോൾ മാത്യു ഉദ്ഘാടനം ചെയ്തു. മംഗലാപുരം യനേപ്പോയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ അനുരൂപ ജിനാഥ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് പ്രൊഫസർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ, ബോട്ടണി വിഭാഗം മേധാവി ഡോക്ടർ ഡാനി മാത്യു, DBT കോർഡിനേറ്റർ ഡോക്ടർ TR അമ്പിളി, ബിബി അനറ്റ് ബൈജു എന്നിവർ പ്രഭാഷണം നടത്തി. ബയോളജിക്കാരാണെങ്കിൽ എങ്ങനെയാണ് പുതിയ സ്പീഷീസ് അല്ലേ ഓർഗാനിസം കണ്ടുപിടിക്കും. അതുപോലെ വേറെ ബയോകെമിസ്ട്രി, ബയോടെക്നോളജി, അവരതിൻ്റെ കെമിസ്ട്രി ലെവലിലുള്ളത് ബയോകെമിസ്ട്രി, ആ ഇൻട്രാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്. ബയോടെക്നോളജിയോ ദേ വിൽ യൂസ് ദ ടെക്നോളജി ടു അനലൈസ് ദ ഡാറ്റ, റൈറ്റ്? So this was the team there, work there. So any of you have any idea about bioinformatics? What is this bioinformatics? Any of you know? Computer. Bye. Storage data and using it for the discovery. ബയോ ഇൻഫോർമാറ്റിക്സ് ആണല്ലേ, ആ നെയിമിൽ തന്നെയുണ്ട്. സോ ബയോ ഇൻഫോർമാറ്റിക്സിനെ പറ്റി കുറച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ അറിയാം, എന്നാലും കുറേ പേര് ഒന്നും മിണ്ടുന്നൊന്നുമില്ല. സോ നെക്സ്റ്റ്, യു നോ വാട്ട് ആർ ബയോളജിക്കൽ ഡാറ്റാബേസസ്? എനി ഓഫ് യു നോ? 2 ദിവസം നിൽക്കുന്ന ശില്പശാല ശനിയാഴ്ച വൈകുന്നേരം സമാപിക്കും.